إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമുക്കെല്ലാം പ്രിയപ്പെട്ടവരായ വേണ്ടപ്പെട്ടവരായ ഒരുപാട് ആളുകളുണ്ട്. അതിൽ തന്നെയും നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന, എപ്പോഴും നാം കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ കൊതിക്കുന്ന നമ്മളെ ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട്. പ്രവാസികൾക്കൊക്കെ അറിയാം, ഉമ്മയെ, ഉപ്പയെ, ഭാര്യയെ, മക്കളെ ഒക്കെ കാണാതെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ താൻ വിദേശത്തുള്ള സമയത്ത് ഭാര്യ ഇവിടെ നാട്ടിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണാതെ ആ പ്രവാസ ലോകത്ത് കഴിച്ചുകൂട്ടുന്ന ഒരു പിതാവിൻ്റെ ഒരു അഭിലാഷമുണ്ട്, പ്രിയപ്പെട്ട മകനെ ഒരു നോക്ക് കാണണമെന്നത്. ഇത് നമുക്കൊക്കെ ഉള്ളതാണ്, നമ്മളുടെയൊക്കെ മനസ്സിലുള്ളതാണ്. നമ്മൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരെ കാണണം എന്നുള്ള ആഗ്രഹം, അത് സ്നേഹമാണ്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം, പ്രിയം അതാരോടാണ്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളത്, അശദ്ദുൽ ഹുബ്ബുള്ളത് അത് അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവിനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഒരു വിശ്വാസിയുടെ മനസ്സ് അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? ഈ പ്രപഞ്ചത്തെ, ഇതിന്റെ സൗകുമാര്യതയെ, ഇതിന്റെ ഭംഗിയെ, ഇതിന്റെ വർണ്ണശബളിമയെ, നമ്മളുടെ ശരീരത്തെ, ഈ ലോകത്തെ, ഈ സംവിധാനങ്ങളെ എല്ലാം നമുക്കൊരുക്കി തന്ന പടച്ച റബ്ബിനെ കാണണം, ഒരു നോക്കു കാണണം എന്നാഗ്രഹിക്കാത്ത ഏത് വിശ്വാസിയാണ് ഉണ്ടാവുക? അതും മനുഷ്യന്റെ മനസ്സിന്റെ ഒരു തേട്ടവും ആഗ്രഹവുമാണ്. മൂസ അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ആ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഖാല റബ്ബി അരിനി അൻദുറു ഇലൈക്. പടച്ചോനെ, നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? പടച്ചോനെ, ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ. അള്ളാഹുവിന്റെ മറുപടി, ഖാല ലൻ തറാനി. മൂസ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. വലാകിൻ ഉൻദുർ ഇലാ ജബലിൻ ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. മൂസ,
ആ പർവ്വതത്തിലേക്ക് നോക്ക്. ആ പർവ്വതം അവിടെ സ്ഥിരമായിട്ട് തകരാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ, അവിടെ ഇളകാതെ ഒന്നും പറ്റാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ വഴിയെ നിനക്കെന്നെ കാണാം. ഫലമ്മ തജല്ലാ റബ്ബുഹു ലിജബലിൻ, അല്ലാഹു ആ പർവ്വതത്തിലേക്ക് വെളിപ്പെട്ടപ്പോ ജഅലഹു ദക്കൻ, അല്ലാഹു ആ പർവ്വതത്തെ പൊടിപൊടിയാക്കി മാറ്റി. വഖറ മൂസ സഅീഖ, മൂസ അലൈഹിസ്സലാം അവിടെ ബോധരഹിതനായി വീഴുകയും ചെയ്തു എന്ന് നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകത്തെ അള്ളാഹുവിനെ കാണുക എന്നുള്ളതിന് നമുക്കൊരാൾക്കും അവസരമില്ല. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ലോകത്തെ ഏതെങ്കിലും പ്രവാചകന്മാരോ ആരും തന്നെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് കൃത്യമായും പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരലോകത്താണ് ഒരു വിശ്വാസിയുടെ ആ കൊതിയുണ്ടല്ലോ, അള്ളാഹുവിനെ കാണണമെന്ന ആ അളവറ്റ ആഗ്രഹമുണ്ടല്ലോ, അത് സാക്ഷാത്കരിക്കപ്പെടുക പരലോകത്താണ്. വുജൂഹുൻ യൗമഇദിൻ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവർ അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരായി, മുഖം തിളങ്ങുന്നവരായി കൂടായിരിക്കും ഉണ്ടാവുക എന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വർഗത്തിന്റെ ആരാമങ്ങളിലേക്ക്, സ്വർഗത്തിന്റെ സുഖങ്ങളിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുന്ന സമയത്ത് അവനെല്ലാ സൗകര്യങ്ങളും സ്വർഗത്തിൽ ലഭിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും അവരോട്, തുരീദൂന ശൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും തരണോ? അപ്പൊ അവര് പറയും, പടച്ചോനെ നീ ഞങ്ങളുടെ മുഖം തിളങ്ങുന്നതാക്കി മാറ്റിയില്ലേ, പടച്ചോനെ നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റിയില്ലേ, ഇതിനേക്കാൾ വലുതെന്താണ് പടച്ചോനെ എന്ന് ചോദിക്കുമ്പോ ഫയക്ഷിഫുൽ ഹിജാബ്, അവിടെ മറ നീങ്ങും. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, അല്ലാഹുവിനെ നോക്കിക്കാണുവാൻ കഴിയുക എന്നതിനേക്കാൾ വലുതായിക്കൊണ്ട്, അതിനേക്കാൾ വലിയ ഭാഗ്യമായിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് എന്താണ് ലഭിക്കുവാനുള്ളത് എന്ന്, പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ, മേഘമില്ലാത്ത രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ പരലോകത്ത് വെച്ച് കാണുമെന്ന് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പറഞ്ഞു തരാൻ. ഇവിടെയാണ് അള്ളാഹുവിനെ ഒരിക്കലും നമുക്ക് കാണുവാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു വന്നത് അതാണ്. പടച്ചോനെ ഈ ദുനിയാവിൽ നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. അത് പരലോകത്ത് സ്വർഗസ്ഥരാകുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ നമ്മളെ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ മരിച്ചുപോയാൽ അവര് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരുടെ വസ്ത്രം, ഇതൊക്കെ നമുക്ക് അത് കാണുമ്പോൾ അതിനോട് നമുക്ക് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹുവിൻ്റെതായ ചില അടയാളങ്ങൾ, നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ആരാണോ അള്ളാഹുവിന്റെ ശിആറുകളെ, അടയാളങ്ങളെ, അതിനെ ബഹുമാനിക്കുന്നത്, അതിന് മഹത്വം കൽപ്പിക്കുന്നത്, അത് അവരുടെ മനസ്സിലുള്ള ഭക്തിയാണ്, തഖ്വയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു തരാണ്. അള്ളാഹുവിന്റെ ശിആറുകൾ പലവിധമാണ്. അശആഇർ അൽ മകാനിയ്യ, ചില സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ അടയാളങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില സമയങ്ങൾ ശിആറുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 3-4 തരത്തിൽ അത് പണ്ഡിതന്മാർ ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ട് ശആഇറുകൾ. അതിൽ തന്നെ ചില സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ ശിആറുകളാണ്. അതിൽപ്പെട്ടതാണ് അൽ കഅബ, മറ്റേന്ന് അസ്സഫ വൽ മർവ, അതുപോലെ തന്നെ മിന, മുസ്ദലിഫ, ഇതൊക്കെ പടച്ചോന്റെ ശിആറുകളാണ്. ഈ അള്ളാഹുവിന്റെ വിളി കേട്ട് ഈ ഹജ്ജിനും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ, അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്ന വിശ്വാസി, ഭൂമിയിൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്ന വിശ്വാസി, അവരെ അള്ളാഹു അവന്റെ അടയാളങ്ങളിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല, ഞാൻ നിങ്ങൾക്ക് ചില അടയാളങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ഹജ്ജിനു വേണ്ടി വരണം എന്നത് അള്ളാഹുവിന്റെ വിളിയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു വിളംബരം ചെയ്യാൻ പറഞ്ഞതാണ്, ഹജ്ജിനു വേണ്ടി വിളിക്കാൻ. എല്ലാ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെയും പുറത്ത് മലമ്പാതകൾ താണ്ടിക്കടന്നുകൊണ്ട് അവര് വരും, അവരെ ഹജ്ജിനു വേണ്ടി വിളംബരം ചെയ്യുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞതാണ്. ആ അള്ളാഹുവിന്റെ ശിആറുകളിലേക്ക് അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്ന ആളുകൾ
ആഗ്രഹത്തോടുകൂടി ചെന്നെത്തുന്ന അവസരമാണ് ഹജ്ജിന്റെ കർമ്മം എന്നുള്ളത്. പലപ്പോഴും ആരാധനകളെ പറ്റി പഠിപ്പിക്കുന്ന സമയത്ത് ആ ആരാധനകൾ നിശബ്ദമായി കൊണ്ട് ചെയ്യുവാൻ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബഹളമയമായി കൊണ്ട് ചെയ്യാതെ നിശബ്ദമായി കൊണ്ട് ചെയ്യാൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വിക്റുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വഹാബികൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ഉറക്കെ വിക്റ് ചൊല്ലിയ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി, നിങ്ങൾ ചെവി കേൾക്കാത്ത പടച്ചവനോടല്ല പറയുന്നത്, നിങ്ങൾ പതുക്കെ ചൊല്ലിയാൽ മതി എന്ന് പറയാം. എന്നാൽ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്ത ആഹ്ലാദം, ആ അള്ളാഹുവിന്റെ ശിആറുകളുടെ അടുക്കലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു വിശ്വാസിയുടെ വല്ലാത്ത ആഹ്ലാദം, ആ ആഹ്ലാദം ഉറക്കെ തന്നെ പ്രകടിപ്പിക്കുവാനുള്ള അനുവാദം അള്ളാഹു നൽകണം. നമുക്ക് വല്ലാതെ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ശബ്ദത്തോടു കൂടി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കും. അതിനുള്ള അവസരം ഹജ്ജിന്റെ വേളയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. തൽബിയത്തിലൂടെ അത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അഫ്ദലുൽ ഹജ്ജി അൽ അജ്ജു വസ്സജ്ജു, ഏറ്റവും നല്ല ഹജ്ജ് എന്ന് പറയുന്നത് അൽ അജ്ജു, അത് ശബ്ദത്തിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അതുപോലെ തന്നെ ഉരുവിനെ അറുത്തുകൊണ്ടുള്ള ഹജ്ജാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ പിന്നെ ഉംറക്കും ഹജ്ജിനൊക്കെ ഉംറക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഹജ്ജിന് പോവാൻ കഴിയാത്ത ആളുകൾ, ഇനി ഹജ്ജിന് പോയ ആളുകൾ തന്നെ ഈ ഹറമിൽ നിന്നുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് കരഞ്ഞു പോകും. അത് കാണുന്ന സമയത്ത് അറിയാതെ കരഞ്ഞു പോകും. അവർ കണ്ടവരാണ്, അവർ ആ വഴികളിലൂടെയൊക്കെ നടന്നവരാണ്, ഒരു പക്ഷെ ഹജ്ജ് ചെയ്തവരാണ്, ഉംറ ചെയ്തവരാണ്. പക്ഷേ അവർ വീണ്ടും കൊതിക്കുകയാണ് അങ്ങോട്ട് പോകുവാൻ വേണ്ടി. ഇനി കാണാത്ത ആളുകളും അവരും കരയാണ്, പടച്ചോനെ എനിക്കൊന്ന് കാണണമല്ലോ. നമ്മളുടെ മനസ്സുകളിലൊക്കെ ആ അഭിലാഷം അതിങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് അള്ളാഹു വെച്ച ഒരു സവിശേഷതയാണ്. നാം ഈ കഅബാലയത്തെ മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ഒരു സങ്കേതമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നിർഭയത്വമുള്ള ഒരു സ്ഥലമാക്കിയിരിക്കുന്നു. ഈ മസാബ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലം, അഭയസ്ഥാനം, രക്ഷാകേന്ദ്രം, അതുപോലെ തന്നെ മടങ്ങിച്ചെന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം, ആളുകൾ എപ്പോഴും ചെല്ലുവാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന സ്ഥലം എന്നൊക്കെ അതിന്റെ ഈ മസാബത്തി എന്നതിന്റെ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ തഫ്സീറിൽ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആ കഅബാലയത്തിനടുക്കലേക്ക് എത്താൻ, ഉംറ നിർവഹിക്കാൻ, ഹജ്ജ് നിർവഹിക്കാൻ, ഇതൊക്കെ മനുഷ്യരെപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ പൂർണ്ണ വിധേയരായിക്കൊണ്ട് താഴ്മ കാണിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാ അടിമത്തവും സമർപ്പിച്ച് ക്ഷീണിച്ച് അറഫയിൽ ആളുകൾ നിൽക്കുന്ന സന്ദർഭം, വല്ലാതെ ക്ഷീണിച്ച് അവർ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയം, ആ ദിവസമാണ് അറഫ, അൽ ഹജ്ജു അറഫ എന്നെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലക്ക് ഹജ്ജ് അറഫയാണ് എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. ആ അറഫാ ദിനത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മാമിൻ യൗമിൻ അക്സറ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മി യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫ ദിവസമാണ്. വഇന്നഹു ലയദ്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചോനെ ആഗ്രഹിച്ചുകൊണ്ട്, പടച്ചവനോടുള്ള സ്നേഹത്താൽ എല്ലാ പ്രയാസങ്ങളും മറന്നുകൊണ്ട് ആ അറഫ മൈതാനിയിൽ സമ്മേളിച്ച് നിൽക്കുന്ന ആളുകൾ, അവരുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തു വരും. ഇന്നല്ലാഹ അസ്സ വജല്ല ലയുബാഹിൽ മലായിക, മലക്കുകളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളും. ബി അഹ്ലി അറഫാത്തിൻ, ആ അറഫയിൽ സമ്മേളിച്ചു നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് മലക്കുകളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളും. യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻദുറു ഇലാ അബ്ദി, ഉൻദുറു ഇലാ ഇബാദി, നിങ്ങൾ എൻ്റെ അടിമകളുടെ അടുക്കലേക്ക് നോക്കുക. ശുഅസൻ ഉബറ, അവര് മുടിയും എല്ലാം ജട കുത്തിയ രീതിയിൽ, പൊടി പുരണ്ട രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. അവരെനിക്കു വേണ്ടി വന്നവരാണ്, എന്റെ വിളി കേട്ടെത്തിയവരാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാ റബ്ബേ, നിന്റെ വിളിയാളത്തെ കേട്ടുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നുവെന്ന ഒരു വിശ്വാസിയുടെ വല്ലാത്ത സ്നേഹമാണ് അവിടെ പ്രകടമാകുന്നത്. ആ ഹാജിമാർ
അവിടെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നിറഞ്ഞ മനസ്സോടുകൂടി പ്രകടിപ്പിക്കുന്നത് അതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളുടെ ഹാജിമാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് പാപം പൊറുക്കപ്പെടുമ്പോൾ, അവർക്ക് നരകമോചനം ലഭിക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ ആളുകൾ നരകമോചനം ലഭിക്കുന്ന ദിവസം എന്നെല്ലാം അറഫയെ പറ്റി പറയുമ്പോൾ അതിനൊന്നും പോവാൻ കഴിയാത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടുണ്ട്. ഈ കർമ്മങ്ങളിൽ അവിടെ പങ്കുചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവസരമാണ് ദുൽഹിജ്ജ 9 നോമ്പ് എന്ന് പറയുന്നത്. അതിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ നോമ്പ് നമ്മൾ ആത്മാർത്ഥമായി പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കുമുണ്ട് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി നാളെയുടെ പെരുന്നാളിനെ സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലിസ് സ്വലാത്തി വഅസ്കസ് സലാമി വതമ തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മളുടെ പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് നാളെ 7:15 7:15 ഇവിടെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും കൃത്യസമയത്തു തന്നെ എത്തിച്ചേരുവാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും നമ്മളിൽ നിന്നുണ്ടാകുന്നൊരു വിഷയം എന്ന് പറയുന്നത് സമയമാവാൻ വേണ്ടി കാത്തു നിൽക്കും, അങ്ങനെ വൈകും. സമയമുണ്ടല്ലോ വെച്ചിട്ട് വൈകിപ്പിക്കുന്ന ഒരു രീതി, മറ്റുള്ളവർക്ക് ഈ നേരത്തെ സമയനിഷ്ഠയോടുകൂടി വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ വൈകുന്ന ഒരു രീതി ഇല്ലാതിരിക്കുക. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്നെത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കെല്ലാം അറിയാം പെരുന്നാളിൻ്റെ സുന്നത്തുകൾ: തക്ബീർ ചൊല്ലുക, അതുപോലെ തന്നെ കുളിക്കുക, സുഗന്ധം പൂശുക, പുതിയ വസ്ത്രം ധരിക്കുക. റസൂലിന് പ്രത്യേകമായൊരു വസ്ത്രം തന്നെ ജുമാക്കും പെരുന്നാളിനൊക്കെ ധരിക്കാൻ വേണ്ടി പ്രത്യേക വസ്ത്രം ഉണ്ടായിരുന്നു. അത് നമുക്ക് ഹദീസിൽ കാണാം. പുതിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ഉടുക്കുക. പുതിയത് വാങ്ങാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഉള്ളതിൽ ഒരു പുതിയ മോടിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് പെരുന്നാളിൻ്റെ സുന്നത്താണ്. അതുപോലെ വലിയ പെരുന്നാളിൻ്റെ പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ് ഒന്നും കഴിക്കാതെ ഇതിലേക്ക് വരിക എന്നുള്ളത്. ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചിട്ട് വരണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ വലിയ പെരുന്നാളിന് നമസ്കാരത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് എന്ന രീതിയിൽ, അതാണ് സുന്നത്ത് എന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ, മഴയുടെ ഒന്നും പ്രയാസമില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്ത് ഈദ്ഗാഹായിട്ട് തന്നെ നടത്താം. അല്ല, ഇനി മഴയാണ്, അവിടെയൊക്കെ ചളിയാണ്, പ്രയാസമാണ് എങ്കിൽ പള്ളിയിലായിരിക്കും ഉണ്ടാവുക. അത് അങ്ങനെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയായിക്കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇനി പള്ളിയിലാണെങ്കിൽ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ഉള്ള സുന്നത്ത്: ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. പള്ളിയിൽ കയറിയ 2 റകഅത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക എന്നത് അത് സുന്നത്താണ്. അത് പെരുന്നാൾ നമസ്കാരം പള്ളിയിലാണെങ്കിൽ അത് നമ്മൾ മറക്കാതിരിക്കുക. പിന്നെ അത് ഇനി ഈദ്ഗാഹിലാണെങ്കിൽ ഹൈദുള്ള സ്ത്രീകൾക്കുമൊക്കെ നമസ്കരിക്കാൻ പാടില്ലാത്ത അവസരത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ അതിലേക്ക് പങ്കെടുക്കാം എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ MSMന്റെ കീഴിലുള്ള CRE എന്ന് പറയുന്ന ഒരു പഠന സംവിധാനം, ഈ മദ്രസയൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് പിന്നെ ഈ ദീനി വിജ്ഞാനം പഠിക്കാനുള്ളൊരു അവസരമല്ലല്ലോ. മദ്രസ കഴിഞ്ഞെന്നാൽ ഒരുപാട് വിജ്ഞാനങ്ങൾ കിട്ടേണ്ടുന്ന ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, കുട്ടികളോട് പ്രണയം, അതിൻ്റെ ഇസ്ലാമിക ഹുക്കം എന്താന്ന് ചോദിച്ചോക്കി ഞെട്ടിപ്പോവും രക്ഷിതാക്കൾ. അത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അറിയാഞ്ഞിട്ടാണ്, അവർക്ക് ആ വിഷയത്തെ പറ്റി ഗൗരവമായ വിവരമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. കുട്ടികൾ പല വിഷയത്തിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സൂഫിസം പോലെയുള്ള ട്രെൻഡുകളിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നത്, ഈ പിന്നെ ലിബറലിസത്തിലേക്ക്, മതനിരാസത്തിലേക്കൊക്കെ കുട്ടികളെ ചെന്ന് വീഴ്ത്തുവാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായും ദീനിന്റെ വിജ്ഞാനം മക്കൾക്ക് കിട്ടുക എന്നുള്ളതിൽ രക്ഷിതാക്കൾ വളരെ ഗൗരവവും ജാഗ്രതയും കാണിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ പിന്നെ വളവന്നൂർ മണ്ഡലത്തിന്റെ കീഴിൽ അങ്ങനെ ഒരു
തുടർച്ചയായിട്ട് ഒഴിവുള്ള ദിവസങ്ങളിലായിരിക്കും ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ ഈ CRE ക്ലാസ്സുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ കൗണ്ടർ നമ്മളെ പള്ളിയുടെ പുറത്ത് അതിൻ്റെ MSMന്റെ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين. اللهم انصر إخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.